വിഭാഗീയതയുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങൾ ഇല്ല എങ്കിൽ പോലും കരുനാഗപ്പള്ളിയിലെ പ്രശ്നം വളരെ ഗൗരവത്തോടു കൂടിയാണ് CPM നേതൃത്വം കഴിഞ്ഞ മാസങ്ങളിലൊക്കെ സമീപിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ്. ആ തീരുമാനത്തിൻ്റെ ഭാഗമായി സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് താൽക്കാലികമായി സൂസൻ കോടി, ആ മേഖലയിൽ നിന്നുള്ള സൂസൻ കോടിയെ മാറ്റി നിർത്തുന്നു. കരുനാഗപ്പള്ളിയിലെ പ്രശ്നങ്ങളുടെ പേരിൽ ഈ നടപടി എന്നത് പാർട്ടി സെക്രട്ടറി കൂടി അടിവരയിട്ട് പറയുന്നുണ്ട്. കരുനാഗപ്പള്ളിയിലെ എല്ലാവരെയും മാറ്റി നിർത്തിയിരിക്കുന്നു. മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ പ്രവർത്തനം തുടരും എന്നാണ് സൂസൻ കോടിയുടെ അല്പം മുമ്പുള്ള മാതൃഭൂമി ന്യൂസിനോടുള്ള പ്രതികരണം. അതുകൂടി കേൾക്കാം. സംസ്ഥാന കമ്മിറ്റിയിൽ താൽക്കാലികമായിട്ട് മാറ്റി നിർത്തിയിരിക്കുകയാണ്. അഖിലേന്ത്യാ സമ്മേളന പ്രതിനിധിയാണ് ഞാൻ. മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റാണ്. അപ്പോൾ പാർട്ടിയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്തുകൊണ്ട് എന്നെ ഏൽപ്പിച്ച ജോലി മുഴുവൻ ഞാൻ ചെയ്യും. കരുനാഗപ്പള്ളി വിഷയമാണ്. കരുനാഗപ്പള്ളിയിലുള്ളവരെല്ലാം മാറ്റി നിർത്തിയേക്കുമല്ലേ, അതിന്റെ ഭാഗമായിട്ട് മാറ്റി നിർത്തിയതാണ്. ആ ഏതായത് ആ സംസ്ഥാന കമ്മിറ്റിയിൽ താൽക്കാലികമായിട്ട് മാറ്റി നിർത്തിയിരിക്കുകയാണ്. അഖിലേന്ത്യാ സമ്മേളന പ്രതിനിധിയാണ് ഞാൻ. മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റാണ്. അപ്പോൾ പാർട്ടിയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്തുകൊണ്ട് എന്നെ ഏൽപ്പിച്ച ജോലി മുഴുവൻ ഞാൻ ചെയ്യും. കരുനാഗപ്പള്ളി വിഷയമാണ്. കരുനാഗപ്പള്ളിയിലുള്ളവരെല്ലാം മാറ്റി നിർത്തിയേക്കുമല്ലേ, അതിന്റെ ഭാഗമായിട്ട് മാറ്റി നിർത്തിയതാണ്. കരുനാഗപ്പള്ളിയിലെ വിഭാഗീയ പ്രശ്നങ്ങളിൽ വളരെ ഗൗരവതരമായ ഇടപെടലാണ് MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം ഉണ്ടായത്. അതിൻ്റെ തുടർച്ചയായി അവിടെയുള്ളവരെ മാറ്റി നിർത്താനുള്ള തീരുമാനം ജില്ലാ സമ്മേളനത്തിലും ഉണ്ടായിരുന്നു. ജില്ലാ സമ്മേളനത്തിൽ കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കളെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലും കമ്മിറ്റി രൂപീകരണത്തിലും കണ്ടത്. അക്കാര്യം നേരത്തെ ചോദ്യത്തിന് മറുപടിയായി പുതുതായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിശദീകരിക്കുകയും ചെയ്തു. കരുനാഗപ്പള്ളിയിലെ സംഘടനാ പ്രശ്നങ്ങളെ ഗൗരവമായി കാണുന്നു. പരിഹരിക്കാനുള്ള ശ്രമം തുടരുകയാണ്. ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞാൽ ഉചിതമായ നിലപാടെടുക്കും. ഇപ്പോൾ അവിടെയുള്ള ആരെയും ഒരു കമ്മിറ്റിയിലും ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന തീരുമാനമാണ് പാർട്ടി എടുത്തത്. അതിൻ്റെ ഭാഗമായി സൂസൻ കോടിയെ മാറ്റി നിർത്തിയിരിക്കുന്നു എന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി കൂടി വ്യക്തമാക്കുന്നു. കണ്ണൻ നായരുണ്ട്. കണ്ണൻ, ഈ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് എപ്പോഴും CPM സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് വലിയ തലക്കെട്ടായി മാറാനുള്ളത്. VS കാലം, അതിന് മുൻപുള്ളത്, അങ്ങനെ പലതും ചരിത്രത്തിലെ പോയാൽ അത്തരം വലിയ ചർച്ചകളും സംഘർഷങ്ങളും ഒക്കെ വിഭാഗീയതയുടെ ഭാഗമായി ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇക്കുറി വിഭാഗീയത പാടെ അവസാനിച്ചു എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് MV ഗോവിന്ദൻ. പക്ഷേ ഈ കരുനാഗപ്പള്ളി പോലെ ചിലയിടങ്ങളിലെ, തിരുവല്ല പോലെ ചിലയിടങ്ങളിലെ പ്രശ്നങ്ങൾ പാർട്ടി ഗൗരവത്തിൽ കാണുന്നുമുണ്ട്. ഈ കരുനാഗപ്പള്ളി പ്രശ്നത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? കരുനാഗപ്പള്ളിയിൽ ഇപ്പോഴത്തെ അവസ്ഥ അഡ്ഹോക് കമ്മിറ്റി, 7 അംഗ അഡ്ഹോക് കമ്മിറ്റിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അവരുടെ നേതൃത്വത്തിൽ പലയിടങ്ങളിലും പാർട്ടി ക്ലാസുകൾ മറ്റും ചേരുന്നുണ്ടായിരുന്നു. കൊല്ലം സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ സജീവമാക്കിയിട്ടില്ല. സംസ്ഥാന സമ്മേളനത്തിന് ശേഷമായിരിക്കും അഡ്ഹോക് കമ്മിറ്റി കൂടുതലായി കരുനാഗപ്പള്ളി ഏരിയയിൽ പ്രവർത്തനം തുടങ്ങുക. പല ലോക്കൽ കമ്മിറ്റികളിലും ബ്രാഞ്ച് കമ്മിറ്റികളിലും ഒക്കെ തന്നെ പാർട്ടി ക്ലാസുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇന്ന് പ്രധാനമായും നമ്മൾ നോക്കിയിരുന്നത് സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള സൂസൻ കോടിക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ്. അവർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നു. ആ വിഷയം സൂസൻ കോടി തന്നെ നമ്മളോട് സംബന്ധിക്കുകയും ചെയ്തു. കരുനാഗപ്പള്ളിയിലെ വിഷയങ്ങളുടെ പേരിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. എന്നാൽ തനിക്ക് ഒരു ഘടകമുണ്ട്, അത് മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റിൻ്റെതാണ്. അത് ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. കരുനാഗപ്പള്ളിയിലെ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ നടപടി എന്ന് സൂസൻ കോടി തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നു. വരും നാളുകളിൽ അതിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട്. കാര്യം കരുനാഗപ്പള്ളിയിലെ ഒരു നേതാവിനെ പോലും ഇത് ഈ ജില്ലാ കമ്മിറ്റിയിലോ അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വത്തിലോ ഉൾപ്പെടുത്തിയിട്ടില്ല. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി തന്നെ നിലവിലില്ല. അതുകൊണ്ട് തന്നെ വരുന്ന ആളുകളിൽ അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുകയും ഏരിയ കമ്മിറ്റി പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യുന്ന സമയത്ത് കൂടുതൽ നേതാക്കളെ ജില്ലാ കമ്മിറ്റിയിലേക്കും ഇപ്പോൾ സുസ്തകൂടി അടക്കമുള്ള ആൾക്കാരെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തുക എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. എന്തായാലും നേതാക്കൾ ഇക്കാര്യം സമ്മതിച്ചിരുന്നു. കടുത്ത വിഭാഗീയതയാണ് കരുനാഗപ്പള്ളിയിൽ പാർട്ടി നേരിട്ടത്. 2 തവണയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കൊല്ലത്തെത്തി കരുനാഗപ്പള്ളിയിലെ വിഭാഗീയത അവസാനിപ്പിക്കണം എന്ന് നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയത്. അതിനുശേഷവും അവിടുത്തെ വിഭാഗീയ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചിരുന്നില്ല. പ്രധാനമായും ഉയർന്നു വന്ന 2 പേരുകൾ, ഒന്ന് PR വസന്തൻ, DFIയുടെ മുൻ സംസ്ഥാന ട്രഷററായിട്ടുള്ള PR വസന്തൻ പക്ഷം, അതുപോലെ തന്നെ സൂസൻ കോടി പക്ഷം. ഈ പക്ഷങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ലോക്കൽ സമ്മേളനങ്ങൾ കയ്യാങ്കളിയിലേക്കും നേതാക്കളെ, സംസ്ഥാന നേതാക്കന്മാരെ തടഞ്ഞു വെക്കുന്നതും പൂട്ടിയിടുന്ന അവസ്ഥയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ പോയി. അതോടുകൂടിയാണ് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ നീണ്ടുപോയാൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കും ചിലപ്പോൾ ഇത് വ്യാപിച്ചേക്കാം എന്നുള്ള ഒരു സൂചന പാർട്ടിക്ക് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ താഴെത്തട്ടിലുള്ള ജില്ലാ നേതാവായിട്ടുള്ള PR വസന്തൻ അടക്കമുള്ള ആൾക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചു. അവരെ ജില്ലാ സമ്മേളനത്തിൽ പോലും പങ്കെടുപ്പിച്ചില്ല. സംസ്ഥാന കമ്മിറ്റി അംഗമായതുകൊണ്ട് സൂസൻ കോടിക്ക് അന്ന് ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിക്കുമായിരുന്നു. പിന്നീട് ഇപ്പോൾ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് അവരെ ഒഴിവാക്കിയിരിക്കുന്നു. ഒരു കാരണവശാലും വിഭാഗീയത വെച്ച് പൊറിപ്പിക്കില്ല എന്നുള്ള സൂചന തന്നെയാണ് ഈ നടപടിയിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. ചില ദൗർബല്യങ്ങളുണ്ട്, ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പാർട്ടി ലൈൻ. അത് തന്നെ MV ഗോവിന്ദൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. അത് പ്രാവർത്തികമാക്കുന്ന ഒരു നടപടി കൂടിയാണ് ഇന്നത്തെ സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ. ഒരുപക്ഷേ കണ്ണൻ, ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുക
പരിഗണിക്കുകയാണെങ്കിൽ ശേഷം ഉചിതമായ തീരുമാനം താൽക്കാലികമായി മാറ്റി നിർത്തിയെന്നാണ് സൂസൻ കോടി പറയുന്നത്. എം വി ഗോവിന്ദന്റെ വാക്കുകളും അത് ഏറെക്കുറെ ശരിവയ്ക്കുന്നുണ്ട്. പ്രശ്നം പരിഹരിച്ചാൽ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വീണ്ടും അങ്ങനെ വാതിൽ അടയ്ക്കാത്തൊരു സമീപനമാണോ ഈ സ്വീകരിച്ചിരിക്കുന്നത്? വാതിലടയ്ക്കാത്ത സമീപനം എന്ന് തന്നെ പറയാൻ കാര്യം, ഒരു കാരണവശാലും ആരെയും ഒഴിവാക്കിക്കൊണ്ടു പോവുക എന്നുള്ളതല്ല, എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോവുക എന്നുള്ളതാണ് പാർട്ടി നയം. ഒരു പാർട്ടി നയത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടി നേതാക്കന്മാർക്കോ അണികൾക്കോ ഒരു വിഭാഗീയതയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അവരെ തെറ്റിദ്ധരിച്ച് മുന്നോട്ട് കൊണ്ടുവരികയും അവരെ പ്രവർത്തനത്തിൽ കൂടുതൽ സക്രിയമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. നമുക്ക് ഈ രണ്ട് വാക്കുകൾ സൂസൻ കോടി സംസാരിച്ചപ്പോൾ തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് താൽക്കാലികമായി മാറ്റിയിരിക്കുന്നു. ഒപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കട്ടെ, അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. സൂസൻ കോടിയെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയത് കരുനാഗപ്പള്ളിയിലെ വിഭാഗീയതയുടെ പേരിലാണ് എന്ന് അദ്ദേഹം പറയുന്നു. അതായത് ഭാവിയിൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുമ്പോൾ ഈ നേതാക്കന്മാരെയൊക്കെ തന്നെ തിരിച്ചു കൊണ്ടുവന്ന് സംഘടനാ പ്രവർത്തനത്തിൽ കൂടുതൽ സജീവമാക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയാണ് സംസ്ഥാന നേതൃത്വത്തിനുള്ളത്. ശരി, സൂസൻ കോടിയെ ഒഴിവാക്കിയിരിക്കുന്നു. കരുനാഗപ്പള്ളിയിലെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട പാർട്ടിയുടെ ഇടപെടൽ പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമം തുടരുന്നു. അതിനിടയിൽ സംസ്ഥാന കമ്മിറ്റിയിലേക്കോ മറ്റേതെങ്കിലും ഘടകത്തിലേക്കോ അവിടുത്തെ ഒരു നേതാവും വേണ്ട എന്ന നിലപാട് അത് ആവർത്തിക്കണം. അതിന്റെ ഭാഗമായാണ് സൂസൻ കോടിയെ ഒഴിവാക്കിയിരിക്കുന്നത്. കണ്ണൻ നാരായണൻ സമ്മേളന നഗരിയിൽ നിന്ന് വിവരങ്ങൾ വിശദമായി നൽകിയത്.